സുഭാഷിതം. വിദ്യാനാമനരസ്യ രൂപമധികം പ്രച്ഛന്നഗുപ്തം ധനം വിദ്യാഭോഗകരീ യശസ്സുഖകരീ വിദ്യാ ഗുരുണാം ഗുരു വിദ്യാബന്ധുജനോ വിദേശഗമനേ വിദ്യാപരാ ദേവതാ വിദ്യാരാജസോ പൂജ്യത്തെ നതു ധനം വിദ്യാവിഹീന പശു. ശ്ലോകം ഒന്നും കൂടെ ചൊല്ലാം. വിദ്യാനാമനരസ്യ രൂപമധികം പ്രച്ഛന്നഗുപ്തം ധനം വിദ്യാഭോഗകരീ യശസ്സുഖകരീ വിദ്യാ ഗുരുണാം ഗുരു വിദ്യാബന്ധുജനോ വിദേശഗമനേ വിദ്യാപരാ ദേവതാ വിദ്യാരാജസു പൂജ്യത്തെ നതു ധനം വിദ്യാവിഹീന പശു. പദച്ഛേദം. വിദ്യാ നാമ നരസ്യ രൂപം അധികം പ്രച്ഛന്നഗുപ്തം ധനം വിദ്യാ ഭോഗകരീ യശസ്സുഖകരീ വിദ്യാ ഗുരുണാം ഗുരുഃ. വിദ്യാ ബന്ധുജനഃ വിദേശഗമനേ വിദ്യാ പരാ ദേവതാ വിദ്യാ രാജസു പൂജ്യത്തെ നതു ധനം വിദ്യാവിഹീനഃ പശുഃ. പദച്ഛേദം ഒന്നും കൂടെ നോക്കാം. വിദ്യാ നാമ നരസ്യ രൂപം അധികം. ഇവിടെ രൂപം അധികം രൂപമധികം. നരസ്യ രൂപം അധികം പ്രച്ഛന്നഗുപ്തം ധനം വിദ്യാ ഭോഗകരീ യശഃ സുഖകരീ വിദ്യാ ഗുരുണാം ഗുരുഃ. വിദ്യാ ബന്ധുജനഃ വിദേശഗമനേ വിദ്യാ പരാ ദേവതാ വിദ്യാ രാജസു പൂജ്യത്തെ നതു ധനം വിദ്യാവിഹീനഃ പശുഃ. എന്താണ് അന്വയം എന്ന് നോക്കാം. വിദ്യാനാമ നരസ്യ അധികം രൂപം ഭവതി തഥാ പ്രച്ഛന്നഗുപ്തം ധനം ഭവതി. വിദ്യാ ഭോഗകരീ യശസ്സുഖകരീ വിദ്യാ ഗുരുണാം ഗുരുഃ. വിദ്യാ വിദേശഗമനേ ബന്ധുജനഃ വിദ്യാ പരാ ദേവതാ വിദ്യാ രാജസു പൂജ്യത്തെ ധനം തു ന വിദ്യാവിഹീനഃ പശുഃ ഭവതി. അന്വയം ഒന്നും കൂടെ നോക്കാം. വിദ്യാനാമ നരസ്യ അധികം രൂപം ഭവതി തഥാ പ്രച്ഛന്നഗുപ്തം ധനം ഭവതി. വിദ്യാ ഭോഗകരീ യശസ്സുഖകരീ വിദ്യാ ഗുരുണാം ഗുരുഃ. വിദ്യാ വിദേശഗമനേ ബന്ധുജനഃ വിദ്യാ പരാ ദേവതാ വിദ്യാ രാജസു പൂജ്യത്തെ ധനം തു ന വിദ്യാവിഹീനഃ പശുഃ ഭവതി. എന്താണ് അർത്ഥം? വിദ്യാനാമ വിദ്യ എന്നു പറയുന്നത് നരസ്യ അധികം രൂപം ഭവതി. നരസ്യ മനുഷ്യൻ്റെ അധികം രൂപം വളരെ ശ്രേഷ്ഠമായ രൂപമാണ്. വിദ്യയാണ് മനുഷ്യൻ്റെ ശ്രേഷ്ഠമായ രൂപം. തഥാ അതുപോലെ തന്നെ പ്രച്ഛന്നഗുപ്തം കാണുകയും എന്നാൽ മറഞ്ഞിരിക്കുന്നതുമായ പ്രച്ഛന്നഗുപ്തം ഒളിഞ്ഞിരിക്കുന്നതായ ധനം ഭവതി ധനമാകുന്നു. അപ്പോൾ വിദ്യ എന്നത് പുറമേക്ക് മനുഷ്യൻ്റെ ശ്രേഷ്ഠമായ രൂപവും അതേസമയം പ്രച്ഛന്നഗുപ്തം ഒളിഞ്ഞിരിക്കുന്നതായ ധനം ഭവതി ധനം ആകുന്നു. വിദ്യ ഭോഗകരി
വിദ്യ നമുക്ക് എല്ലാ സുഖങ്ങളെയും സൗഭാഗ്യങ്ങളെയും തരുന്നതാണ്. യശസ്സുഖകരി, യശസ്സിനെ ഉണ്ടാക്കിത്തരുന്നു. കീർത്തിയാകുന്ന, വളരെ പ്രശസ്തിയാകുന്ന, കീർത്തിയാകുന്ന ഒരനുഭവത്തെ നൽകുന്നു. വിദ്യ ഗുരുണാം ഗുരുഹു, വിദ്യയാകട്ടെ ഗുരുക്കന്മാരുടെയും ഗുരുവാകുന്നു. വിദേശഗമനേ ബന്ധുജനഃ വിദ്യ, വിദേശഗമന സമയത്ത്, വിദേശത്തേക്ക് പോകുന്ന സമയത്ത് വിദ്യയാണ് നമുക്ക് ബന്ധുജനമായിട്ട് നിലകൊള്ളുന്നത്. വിദ്യ വിദേശഗമനേ ബന്ധുജനഃ, വിദ്യ പരാദേവത, ഏറ്റവും ശ്രേഷ്ഠയായ ദേവതയാകുന്നു വിദ്യ. വിദ്യ രാജസു പൂജ്യത്തെ, രാജമന്ദിരങ്ങളിലെല്ലാം, രാജകൊട്ടാരങ്ങളിലെല്ലാം വിദ്യയാണ് പൂജിക്കപ്പെടുന്നത്. ധനം തുന, ധനമല്ല. വിദ്യാവിഹീനഃ പശുഹു ഭവതി, വിദ്യ ഇല്ലാത്തവർ, വിദ്യാവിഹീനന്മാരായ അജ്ഞാനികൾ പശുഹു, മൃഗത്തിന് സമാനമാണ്, മൃഗം തന്നെയാണ് എന്നാണ് ഈ ശ്ലോകം കൊണ്ട് അർത്ഥമാക്കുന്നത്. വിദ്യ എന്നത് മനുഷ്യന്റെ ശ്രേഷ്ഠമായ രൂപമാണ്, മറഞ്ഞിരിക്കുന്ന ധനവുമാണ്. വിദ്യ എല്ലാ സുഖഭോഗങ്ങളെയും നൽകുന്നു. വിദ്യ കീർത്തിയാകുന്ന സൗഖ്യത്തെ, ആ ഒരു സൗഭാഗ്യത്തെ ഉണ്ടാക്കിത്തരുന്നു. വിദ്യ ഗുരുക്കന്മാരുടെയും ഗുരുവായി നിലകൊള്ളുന്നു. വിദേശഗമന സമയത്ത് ബന്ധുജനമായി വർത്തിക്കുന്നു. വിദ്യ ശ്രേഷ്ഠയായ ദേവതയാകുന്നു. വിദ്യ രാജമന്ദിരങ്ങളിൽ ശോഭിക്കപ്പെടുന്നു, അവിടെ ആദരിക്കപ്പെടുന്നു. എന്നാൽ ധനം അപ്രകാരമല്ല. ആയതുകൊണ്ട് വിദ്യയില്ലാത്തവൻ, വിദ്യാവിഹീനൻ മൃഗഃ പശുഹു ഭവതി, മൃഗം തന്നെയായി മാറുന്നു എന്നാണ് വിദ്യയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒന്നും കൂടെ ചൊല്ലാം. വിദ്യാനാമനരസ്യ രൂപമധികം പ്രച്ഛന്നഗുപ്തം ധനം വിദ്യാഭോഗകരീ യശസ്സുഖകരീ വിദ്യാ ഗുരുണാം ഗുരു വിദ്യാബന്ധുജനോ വിദേശഗമനേ വിദ്യാ പരാദേവത വിദ്യാ രാജസു പൂജ്യത്തെ നതു ധനം വിദ്യാവിഹീന പശു